വയനാട് പനമരത്ത് വിരണ്ടോടിയ പോത്തിന് വെച്ച വെടി മാറിക്കൊണ്ട് നാട്ടുകാർക്ക് പരിക്കേറ്റു. കെല്ലൂർ കാപ്പുകുന്ന് സ്വദേശി ജലീൽ, കുളിവേൽ സ്വദേശി ജസീം എന്നിവർക്കാണ് പരിക്കേറ്റത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റിട്ടുണ്ട്. ഇവിടെ എത്തിപ്പെട്ടതിന് ശേഷമാണ് വെടിവെച്ച് അതിൻ്റെ താഴെടാനുള്ള ഓർഡർ കിട്ടുന്നത്. അന്നേരം ആദ്യത്തെ 2 വെടി കൊണ്ട് പോത്ത് മയങ്ങിയില്ല. 3ാമത് വെടി കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് അറിഞ്ഞ് തെറിക്കുന്നതാണ്. എല്ലാവരും മാറണം എന്ന് പറഞ്ഞ് മുന്നിലുള്ള ആളുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ എന്തോ വരാനുള്ളൊരു ആപത്ത് എന്ന് പറയാം, 2 പേർക്ക് കൊണ്ടുവന്ന് പറയുന്നുണ്ട്. അല്ലാണ്ട് അവർ ആരും കാണാതെ പെട്ടെന്ന് വെച്ചൊന്നല്ല, എല്ലാവരോടും പറഞ്ഞ് മാറി നിൽക്കാൻ പറഞ്ഞിട്ടൊക്കെയാണ് അവർ ചെയ്തത്. സുജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചെയ്യുന്ന കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത്, ഇത് ഒരു അസാധാരണ അപൂർവമായ ഒരു സംഭവമാണ്. ഈ രീതിയിൽ മുൻപ് അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ ജല്ലിക്കെട്ട് സിനിമയിലേക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു സംഭവം ഇങ്ങനെ നടക്കുന്നത് എന്നാണ് അപൂർവമായിട്ടാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇതിൽ മാറിക്കൊണ്ട് നാട്ടുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പെല്ലറ്റ് കൊണ്ട ആൾക്കാരുടെയൊക്കെ ആരോഗ്യനില എന്താണ്? വിവരങ്ങൾ. ആരോഗ്യനില ഗുരുതരമല്ല പ്രജിൻ. ഇന്നലെ രാത്രിയാണ് പോത്തിനെ കൊണ്ടുവന്നത്. അത് ഇന്നലെ രാത്രി തന്നെ വിരണ്ടോടി. തുടർന്ന് വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് ഇതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കൃത്യമായ രീതിയിൽ തന്നെ. പക്ഷേ ഈ 12 ബോർ എന്ന് പറയുന്ന തോക്ക് ഉപയോഗിച്ചാണ് ഇതിനെ വെടിവെക്കാൻ വേണ്ടിയുള്ള നീക്കം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അത് ഈ തിരകൾ ചിതറുന്ന, പെല്ലറ്റ് ചിതറുന്ന വിധത്തിലുള്ള തോക്കാണ്. ഈ തോക്ക് കൊണ്ട് വെടിയുതിർക്കുന്ന ഘട്ടത്തിലൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആളുകളോട് മാറാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കെല്ലൂർ കാപ്പുകുന്ന് സ്വദേശിയായിട്ടുള്ള ജലീല്, കൂളിവയൽ സ്വദേശി ജസീം എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. ഒരാൾക്ക് വയറിനും ഒരാൾക്ക് മുഖത്തുമാണ് വെടി ഏറ്റത്. അതായത് അപകടകരമായ നിലയില്ല. ഒരു വനംവകുപ്പ് ജീവനക്കാരനായിട്ടുള്ള ജയസൂര്യക്കും പരിക്കേറ്റിട്ടുണ്ട്. കാരണം ശരി, സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ വിശദാംശങ്ങൾ നൽകിയത്.